ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ദമാമിലെ ഹെറിറ്റേജ് വില്ലേജാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീ ഫ്രണ്ടിലാണ്. ഒരു പഴയകാല സൗദി ബിൽഡിംഗ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കഫേ ആണുള്ളത്. ഫീസ് നമ്മൾക്ക് ഒരാൾക്ക് 20 റിയാലാണ്. ഇവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണും കരിങ്കല്ലൊക്കെ വെച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫൗണ്ടെയിനാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരു പഴയകാല സൗദി അറേബ്യയിൽ ഒരു നാട്ടുമ്പുറത്ത് പോയിരുന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നടുക്കൊരു വലിയൊരു വിളക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്ര വലിപ്പം തോന്നില്ല, പക്ഷെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വിളക്കാണ്. ഇവിടെ താഴെ ഒരു കഫേയിൽ നമുക്ക് സൗദി ട്രഡീഷണൽ മെത്തേഡായിട്ടുള്ള ചുട്ട് പഴുത്ത മണലിൽ വെച്ചിട്ട് ചായയും കാപ്പിയൊക്കെ ചൂടാക്കി തരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കഴിക്കാം. ഒരു യമനിക്കാരൻ, നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. ലൈവായിട്ട് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്, കുബൂസ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതായിരുന്നു. നമുക്ക് സൗദി ട്രഡീഷണൽ ഫുഡൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ഇവൻറ്റ്സ് ഹാളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്താൻ. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോറിഡോർ ഉണ്ടോ, നല്ല രസമാണ്. വിളക്കുകൾ കൊണ്ടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ, മണ്ണും അതുപോലെ തന്നെ വിറകൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രസമാണ് കാണാൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേലെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വില്ലേജ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഇതാണ് വില്ലേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പഴയ കാലത്തെ കൊട്ടകൾ, ഉപയോഗിച്ചിരുന്ന ബാഗ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, പ്രത്യേക ഫാഷൻസ് എല്ലാം ഉണ്ട്. ഇവിടെ ഒരാൾ കണ്ടോ ലൈവായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ആർട്ടിസ്റ്റ്. വളരെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇയാൾ, നല്ല കഴിവുള്ളൊരു കലാകാരന്. പിന്നെ ഇവിടെ സ്ത്രീകളുടെ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ, പഴയകാല സ്ത്രീകളുടെ ഫാഷൻ ഡ്രസ്സുകളെല്ലാം ഉണ്ട് വില്ലേജ് മാർക്കറ്റിൽ. ഇത് കണ്ടൊരു തേനിൻ്റെ ഷോപ്പാണ്. ഇവിടെ നമുക്ക് നല്ല പഴയ തേനൊക്കെ ലഭിക്കും. നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു കാറിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ ഉണ്ട്. നല്ല അടിപൊളി കാറുകളാണ്. ഇതുണ്ട് ഒരു മദ്രസയാണ്. മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ നമ്മൾക്ക് സ്കൂളിനാണ് മദ്രസ എന്ന് പറയുന്നത്. ഇതാണ് മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. ഊതൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്, വാച്ചുകളുടെ കളക്ഷൻസ്, വെയിറ്റ് കളക്ഷൻസ്, പൂജ, ഇസ്തിരിപ്പെട്ടി, വിവിധതരം മഗ്ഗുകൾ, വിവിധതരം കല്ലുകൾ, ഫോൺ കളക്ഷൻസ്, വിവിധതരം പാത്രങ്ങൾ, സ്റ്റഫ്ഡ് ആനിമൽസ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റഫ്ഡ് ആനിമൽസ് ആണ് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പക്ഷികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ തോന്നിട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ മ്യൂസിയത്തിൽ. പക്ഷെ ഞാൻ എല്ലാം സമയപരിധി കൊണ്ട് കാണിക്കുന്നില്ല. വലിയ വീഡിയോ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഫ്ലെമിംഗോ, ഈ പക്ഷികളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടോ കേട്ടോ. വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഇതാണ് വില്ലേജ് റെസ്റ്റോറൻറ്റ്. ഈ ഒരു കഫേയിൽ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് കടലിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കാം. നല്ലൊരു വിൻ്റർ സമയത്ത് വൈകുന്നേരം ഇതുപോലെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് വന്ന് ഇതുപോലെ ഒരു പഴയ മേശയിലും കസേരയിലും ഒക്കെ ഇരുന്ന് കടലിൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കുന്ന ഒരു ഫീലിംഗ് പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ